റോങ് റൂമിൽ നിന്നാണ് കിട്ടുക. കിട്ടുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും. ഇത് നമ്മൾ കൺട്രോൾ കിട്ടുന്നു. ഈ പോർഷനെ നമ്മൾ വാല്യൂ കൊണ്ടെന്ന് പറയാം. ഒരുപക്ഷെ ഇതിന്റെ മെജോറിറ്റി ആൾക്കാർ ഇതിനു മുമ്പ് ഇത് കണ്ട് സുപരിചിതമായിട്ട് ആൾക്കാരായിരിക്കും. അവർക്ക് ഒന്നുകൂടി പറ്റുക, അതായത് ആദ്യം മുതൽ മനസ്സിലാക്കുക. ഇതിനുശേഷം ഒരു ശതമാനം ഡിസിപ്ലിൻ കഴിഞ്ഞാൽ ഒന്നുകൂടി ഉണ്ടാവും. ഇതിനുശേഷം 4 മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അത് ഓരോരുത്തരും ചെയ്ത് പഠിക്കുക. ഇത് കൂടാതെ സെക്കൻഡ് ഫേസ് ട്രെയിനിൽ വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടുമ്പോൾ ഈ അവസ്ഥയിലായിരിക്കും. ഇതിന്റെ പുറകിലൊരു ലാച്ച് ഉണ്ട്, ഒരു ഗാഡി കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും. പക്ഷെ അതിന് മുമ്പായിട്ട് ഓരോ പോളിംഗ് ബൂത്തിലേക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് നമുക്ക് കിട്ടുക. അതായത് അതിന് പുറത്ത് ഇങ്ങനെ ഒരു അഡ്രസ് ടാഗ് ഉണ്ടാവും. ഈ അഡ്രസ് ടാഗിൽ കാണുന്ന സീരിയൽ നമ്പർ അഥവാ മെഷീൻ നമ്പർ തന്നെയാവും ഇതിന്റെ ഉള്ളിൽ നിന്നുള്ളത്. നിങ്ങൾ അവിടെ ചെറിയ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലുള്ള ബട്ടൺ ഒരേ സമയം എത്തിപ്പെടുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരിയിങ് കേസ് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതൊരു കൺട്രോൾ. ഇതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ബാലറ്റ് യൂണിറ്റ്. ബാലറ്റ് യൂണിറ്റ് ഇതുപോലെ തന്നെ അഡ്രസ് ടാഗ് ഉണ്ടാവും. അഡ്രസ് ടാഗ് നമുക്ക് നിയുക്തമായിട്ടുള്ള അതേ പോളിംഗ് സ്റ്റേഷനിൽ തന്നെയാണെന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ അതും പുറത്തു. ഇതിന് പുറകിലായിട്ട് സീരിയൽ നമ്പർ, ഇതിന്റെ സീരിയൽ നമ്പർ B28B82 എന്ന് പറയുന്ന സീരിയൽ നമ്പർ ഉണ്ട്. ഈ സീരിയൽ നമ്പർ തന്നെയാണോ ഇതിന്റെ ഉള്ളിലുള്ള മെഷീനിലുള്ള കാര്യം ഇതിന്റെ പുറകിലുണ്ടാവും. അതും കൂടി പരിശോധിക്കാം. അതൊക്കെ അഡ്രസ് ടാഗിൽ ഉണ്ടാവും. എല്ലാം സെയിം തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ വാലിഡിറ്റി യൂണിറ്റ് ഇതുപോലെ തന്നെ തുറന്ന് പരിശോധിക്കാം. ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു 50% പണി റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ അങ്ങനെയുള്ള ജോലിയെ കുറിച്ച് മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർ അഥവാ പോളിംഗ് ഓഫീസേഴ്സ് അറിയേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാലറ്റ് കൊടുത്ത് പറഞ്ഞു. ബാലറ്റ് കൊടുത്ത് കാൻഡിഡേറ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഈ ഭാഗം എത്ര സ്ഥാനാർത്ഥികളാണോ മത്സരിക്കുന്നത് അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള സെക്ഷൻ കാൻഡിഡേറ്റ് സെക്ഷൻ. ഈ ഒരിക്കല കാൻഡിഡേറ്റ് സെക്ഷൻ ഇത് പ്രിസൈഡിംഗ് റിട്ടേണിംഗ് ഓഫീസറോ ARO ഓഫീസർമാരോ അവരുടെ സ്റ്റാഫോ രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ടവരുടെ പേര് വെച്ച് മാർക്ക് ചെയ്ത് ഇതിനുള്ളിൽ ചില കാര്യങ്ങളില്ല, അതായത് തുറന്നിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് ഇവിടെ സീൽ ചെയ്ത രീതിയിലുള്ള ഒരു അവസാന രൂപത്തിലായിരിക്കും ബാലറ്റ് യൂണിറ്റ് നമുക്ക് കിട്ടുക. പിന്നീട് ബാലറ്റ് യൂണിറ്റിന് പ്രിസൈഡിംഗ് ഓഫീസർ ഒന്നും ചെയ്യേണ്ടതില്ല. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോകുമ്പോൾ ഈ 2 നമ്പറുകളും തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് നിശ്ചിതമായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലുള്ളത് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതിൽ നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ച് കഴിഞ്ഞാൽ റെഡി ലാമ്പ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ സന്നദ്ധമായിട്ട് മെഷീൻ നിൽക്കുന്ന ഒരവസ്ഥ റെഡി ലാമ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. പാർട്ടികൾ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഈ ഭാഗത്തായിട്ട് സ്ലൈഡ് സ്വിച്ച് പാനൽ എന്ന് പറഞ്ഞൊരു സാധനം, സ്ലൈഡ് സ്വിച്ച് പാനൽ അവിടെ 1, 2, 3, 4 എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനിൽ അറ്റ് എ ടൈം 16 പേർക്ക് തന്നെ മത്സരിക്കാൻ പറ്റുള്ളൂ. 16 കൂടുതലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ബാലറ്റ് യൂണിറ്റ് വേണം. 32 കൂടുതലാണെങ്കിൽ മറ്റൊരു യൂണിറ്റ്. അങ്ങനെ 64 പേർക്ക് വരെ മത്സരിക്കാവുന്ന പരസ്പരം ഇന്റർലിങ്ക് ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട്.
1 എന്ന കാണാം. 32 ആണെങ്കിൽ 2 എന്ന് പറയുന്നതാണ്. സാധാരണ നമുക്ക് 16 താഴെ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ ആവശ്യം നമുക്ക് വരാറുള്ളൂ. പിന്നെ ഇതിലൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ബട്ടൺ.